വ്യക്തിത്വ വികസനം. വ്യക്തിത്വ വികസനം ക്ലാസ് കാത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാമി ധ്യാൻ ജാഗ്രൻ്റെ നമസ്തേ. നമ്മളുടെ വ്യക്തിത്വ വികസനം പുതിയ കാഴ്ചപ്പാടിലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അധ്യായം ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതൊരു മനഃശാസ്ത്ര ക്ലാസ്സാണോ എന്ന് പലരും ചോദിച്ചു. അടിസ്ഥാനപരമായിട്ടുള്ള ആധ്യാത്മികത അറിയാൻ ആധ്യാത്മിക മനഃശാസ്ത്രം അറിഞ്ഞേ പറ്റൂ. കാരണം വിത്തൗട്ട് നോയിങ് വൺ സെൽഫ് വൺ കനോട്ട് നോ ഗോഡ് എന്ന് പറയാറുണ്ട്. അവനവൻ്റെ ഉള്ളറിയാതെ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. അവനവൻ്റെ ഉള്ളറിയാതെ ദൈവത്തെ അറിയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു സത്യമുണ്ടെങ്കിൽ നമ്മൾ സത്യവുമായി ബന്ധപ്പെടാൻ പറ്റൂ. നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ വിധാനം അനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നതും എന്തിനേയും കാണുന്നതും. നമ്മളുടെ വ്യക്തിത്വത്തിന് വ്യത്യസ്ത വിധാനങ്ങളുണ്ട്. ഉദാഹരണം, നമ്മളുടെ കാര്യത്തിന് അപ്പുറം ഒരു ടൈഗർ എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും. കടുവയ്ക്ക് കടുവയുടെ ഒരു മനസ്സുണ്ട്. കടുവയുടെ അടുത്ത് മഹാത്മാഗാന്ധി അടുത്ത് കുറച്ച് മാറി നിൽക്കുക. കടുവ മഹാത്മാഗാന്ധി എങ്ങനെയാണ് കാണുക? ഒരു 10-60 കിലോ ഭാരമുള്ള ഭക്ഷണച്ചാക്ക്, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് നിൽക്കുന്നത് എന്നാണ് കടുവ കാണുക. ഗാന്ധിയുടെ മഹത്വമോ ഗാന്ധി രാഷ്ട്രപിതാവാണെന്നോ ഒന്നും അതിൻ്റെ മനസ്സിൽ വരില്ല. ഭക്ഷണം മാത്രം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മനസ്സിൻ്റെ ലെവലിൽ അത് ഗാന്ധിയെ കാണുന്നത്. അതുപോലെ നമ്മളുടെ മനസ്സിൻ്റെ ലെവലനുസരിച്ചാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. ഇപ്പോൾ ഊർജ്ജതന്ത്രജ്ഞന്മാർ, ഫിസിക്സിലെ സയൻറ്റിസ്റ്റുകൾ, ഐൻസ്റ്റൈനൊക്കെ ഈ ലോകം മുഴുവൻ ഊർജത്തിൻ്റെ പ്ലേയാണ്, ഊർജത്തിൻ്റെ കളിയാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് അവർ. മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴി അവർ കണ്ടെത്തിയിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഉള്ളുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ യേശുദേവൻ പറയും 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. നിങ്ങൾ ഈ ലോകത്തെ സർവ്വവും കീഴടക്കിയാലും സർവ്വതും നേടിയാലും നിങ്ങളെ തന്നെ നേടിയില്ലെങ്കിൽ വ്യർത്ഥമാണ് ആ നേടിയതൊക്കെ. അവനവനെ തന്നെ നേടിയില്ലെങ്കിൽ വ്യർത്ഥമാണ്. അവനവനെ തന്നെ നേടുക എന്ന് വെച്ചാൽ അടുത്തതായ യേശുദേവൻ പറയുന്ന എന്താ? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദൈവസാമ്രാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഇവിടെ ഏറ്റവും വലിയ തമാശ, ഗുരുക്കന്മാർ ഭൂമിയിൽ വരും, എന്നിട്ട് വിശ്വാസികളായ ആളുകൾ, നേതാക്കന്മാർ, അവരുടെ അജ്ഞത അനുസരിച്ചിട്ട് ഗുരുക്കന്മാർ പറയുന്നതിനെ വളച്ചൊടിക്കും. ഉള്ള് സങ്കല്പിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളല്ലത്, വേറെ ഏതുള്ളു നമുക്കുണ്ട്, പറഞ്ഞു വരാം. അപ്പോൾ എന്തു ചെയ്യും? ദൈവരാജ്യം നമ്മൾക്കിടയിൽ എന്നൊക്കെ അത് തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്യും. മനുഷ്യന് ഉള്ളുണ്ട്, അതിലേക്ക് വരാം. നമ്മളുടെ ഉള്ളറിയാതെ നമുക്കൊരിക്കലും, ഉള്ളിലെ സത്യമറിയാതെ നമുക്കൊരിക്കലും ദൈവികതയിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. ഭൂമിയിൽ ആത്മീയമായിട്ടുള്ള ഉള്ളറിഞ്ഞ് ഉള്ളിനെ സാക്ഷാത്കരിച്ച ഗുരുക്കന്മാരുണ്ട്. യേശുദേവൻ, മുഹമ്മദ് നബി, മഹാവീരൻ, ബുദ്ധൻ, കൃഷ്ണൻ,
വ്യാസൻ, ലവോസ്, മൻസൂർ, ചാങ്സ്, സരസ്വത്രൻ, കബീർ, ഇന്ത്യയിലെ ഋഷിമാർ എല്ലാവരും പറയുന്നു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെന്ന്. നമുക്കത് അന്വേഷിക്കാൻ മടിയായിട്ട് നമ്മൾ ദൈവത്തെ എടുത്ത് പുറത്ത് ആകാശത്ത് കൊണ്ടുവച്ചിരിക്കുക, പുറത്ത്. അതാണ് പ്രത്യേകത. ഇനി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ദ മോർ അൺഇൻ്റലിജൻറ്റ് എ മാൻ ഈസ് ലെസ് മിസ്റ്റീരിയസ് എക്സിസ്റ്റൻസ് സീംസ് ടു ഹിം. ഒരു മനുഷ്യൻ എത്രത്തോളം ബുദ്ധിശൂന്യനാണോ അത്രത്തോളം അയാൾക്ക് ഈ അസ്തിത്വം, ഈ പ്രപഞ്ചം നിഗൂഢത അല്ല എന്ന് തോന്നും. കുറച്ച് എന്താ വെച്ചാൽ എന്താ, ഈ ദൈവികതയും മനുഷ്യൻ്റെ ഉള്ളും ഒന്നും അന്വേഷിക്കണ്ട, ഒന്നും നിഗൂഢമല്ല, റെഡിമെയ്ഡാണ് അത്ര. അവിടെ ദൈവം ഇരിക്കുന്നു, ഇവിടെ സാത്താനിരിക്കുന്നു, ആകാശത്തേക്ക് പോയാൽ സ്വർഗത്ത് എത്ര കിലോമീറ്റർ സഞ്ചരിച്ച് എത്തും, കൃത്യമാണ് സാർ. ഒന്നിനും നിഗൂഢത ഉണ്ടെന്ന് അറിയില്ല. ആർക്ക്? മൂഢന്മാർക്ക്. അത്തരം മൂഢത്വമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇനി നമ്മൾ ഉപബോധ മനസ്സിനെ എന്തിനാ അറിയുന്നത്? അവനവൻ്റെ മനസ്സിനെ അറിയില്ലെങ്കിൽ ലോകത്തെ മനസ്സിലാകില്ല. ഉപബോധ മനസ്സ് എന്നത് എന്താണെന്ന് സൂചിപ്പിക്കാം. നമ്മളുടെ വ്യക്തിത്വം, മനുഷ്യൻ എന്ന ആ വ്യക്തി പ്രധാനമായിട്ട് 3 അടുക്കുകളാണ്. ഒന്ന്, നമ്മളെ ശരീരവും ഈ പ്രപഞ്ചവും ചേർന്ന അടുക്ക്. 2, അതിസൂക്ഷ്മമായ ഒരടുക്ക്, വേറെ അറ്റത്ത് അതിസൂക്ഷ്മമായ ഒരടുക്ക്. ആ അതിസൂക്ഷ്മമായ അടുക്കിനും ശരീരത്തിനും ഇടയ്ക്കിൽ മനസ്സെന്ന അടുക്ക്. അപ്പോൾ 3 പ്രധാനപ്പെട്ട അടുക്കുകൾ. ഇതുപോലെയാണെന്ന് വെച്ചാൽ ഒരു ഐസ് കട്ട, അതിനോട് ചേർത്ത് നടുക്ക് ജലം വെച്ചിരിക്കുന്നു, അതിനോട് മറ്റേ അടുത്ത് നീരാവി വെച്ചിരിക്കുന്നു. ഐസ് കട്ടയേക്കാളും സൂക്ഷ്മമാണ്, കനം കുറഞ്ഞതാണ്, നിലനിൽക്കുന്നതാണ് ജലം. നടുക്ക് ജലം പോലെ മനസ്സ്. മറ്റേ അറ്റത്തോ നീരാവി, ഏറ്റവും സൂക്ഷ്മം. ഐസ് കട്ട തൽക്കാല രൂപം ഉണ്ടെങ്കിലും വെറും താൽക്കാലികമാണ്. അതുപോലെ നമ്മുടെ ശരീരം. നടുക്ക് വെള്ളം, വ്യത്യസ്ത രൂപം പ്രാപിക്കുന്ന ജലം പോലെയാണ് നമ്മുടെ മനസ്സ്. മറ്റേ അറ്റത്ത് അതിസൂക്ഷ്മമായ നീരാവി പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളുടെ സത്ത, യേശു പറഞ്ഞ ഉള്ള് അവിടെയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ആ ഉള്ള് സാധാരണ രീതിയിൽ അറിയില്ലെങ്കിലും അതിൽ നിന്നുള്ള ഒരു ഹ്രസ്വമായ രശ്മികൾ, ചെറിയ രശ്മികൾ നമ്മളുടെ സാന്നിധ്യം നമ്മളിലുണ്ട്. അതാണ് നമ്മളുടെ ബോധം. നമ്മളുടെ ബോധമെന്ന സാധനം ഏറ്റവും സൂക്ഷ്മമായ കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതാണ്. അത് മനസ്സിലൂടെ വരുന്നു, ശരീരത്തിലൂടെ വരുന്നു, പ്രവർത്തിക്കുന്നു. ഈ ബോധം മനസ്സിൻ്റെ തലത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. അപ്പം മറക്കരുത്, സൂക്ഷ്മമായ ഒരു ഉള്ള്, മറ്റേ ഭാഗത്ത് സ്ഥൂലം ശരീരം, രണ്ടും കൂടി യോജിപ്പിക്കുന്ന ബ്രിഡ്ജ്, പാലം പോലെ നടുക്ക് മനസ്സ്. ഈ മനസ്സിൽ നമ്മൾ എന്താണ് ഉപബോധ മനസ്സെന്ന് പറയണം. മനസ്സ് തന്നെ 3 ഭാഗങ്ങളുണ്ട്, ശ്രദ്ധിക്കാം. ഒന്ന് ഉപബോധ മനസ്സ്, കുറേ കൂടി ആഴത്തിൽ പോയാൽ അബോധ മനസ്സ്. പിന്നെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ബോധം ബോധ മനസ്സ്. ഉപബോധ മനസ്സ് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കണം, വെറുതെ പറഞ്ഞാൽ പോരാ കേട്ടോ. ബോധ മനസ്സിനേക്കാളും അല്പം കൂടി ഇരുണ്ട് കിടക്കുന്ന അവസ്ഥയാണ് ഉപബോധ മനസ്സ്. അതെങ്ങനെയാണ് ഉപബോധ മനസ്സ് എവിടെ എന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തുള്ള ഒരു സഹപാഠിയുടെ മുഖം ഓർക്കുന്നു. സഹപാഠിയുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ട്, പേര് നമ്മൾ മറന്നുപോയി. മുഖം ഓർക്കാം, പേര് നമ്മൾ മറന്നുപോയി. കുറേ നമ്മൾ ആലോചിച്ചു, തലയിലൊക്കെ മാന്തി ആലോചിച്ചു, എത്ര ആലോചിച്ചിട്ടും പേര് വരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മളൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യുകയാണ്, ഭക്ഷണം കഴിക്കുന്നു, ചെല്ല് പോലിക്കും. ആ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
പെട്ടെന്ന് ആ പേര് മനസ്സിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആ നമ്മൾ മറന്നുപോയ ആ പേര് മാറി നിന്നിരുന്നു മനസ്സിൻ്റെ ഏതോ ഭാഗത്തേക്ക്. അത് നിന്ന ഇടമാണ് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് അത് അൺകോൺഷ്യസ് മൈൻഡ്. ഇനി ഈ അബോധ മനസ്സ് അത് ഉപബോധ മനസ്സ് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണെന്നാണ് നമ്മുടെ ചിന്ത. ഒരിക്കൽ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള പുസ്തകം, ഈ പാശ്ചാത്യ പുസ്തകമോ, ഡോക്ടർ ജോസഫ് മർഫി PhD ഒക്കെ കിട്ടിയ ആളാണ്. പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അദ്ദേഹം പറയുന്നത് ഉപബോധ മനസ്സ് ശക്തമാണ്, എല്ലാ മനുഷ്യൻ്റെ അറിവ് അവിടെ ഇരിപ്പിടുന്നൊക്കെ അല്ല. ഉപബോധ മനസ്സിനെക്കുറിച്ച് പറയാൻ, മനസ്സിലാക്കാൻ, അതിൻ്റെ സ്വാധീനം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണ കഥ പറയാം. ജാനകി എന്ന് പറഞ്ഞൊരു കുട്ടി, ജൈന മതക്കാരി. അവൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, ജൈന മതക്കാരിയാണ്. അവളും സുഹൃത്തുക്കളും ഒരുമിച്ച് ഒരു പിക്നിക്കിന് പോകാൻ തീരുമാനിച്ചു. പിക്നിക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരെല്ലാവരും തീർത്ഥാടനത്തിന് പിക്നിക്കിന് പോയി ഒരു പ്രത്യേക ഒരു ഏരിയയിലെത്തി, കുന്നും പ്രദേശം മനോഹരമായ. അപ്പോൾ എല്ലാവരും ഭക്ഷണം പാചകം ചെയ്യുക. അവിടെ സന്ധ്യ കഴിഞ്ഞു, 8 മണിയൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ മണമെല്ലാം കേട്ട് ജാനകിക്ക് വലിയ ഇഷ്ടമായി. നല്ല ഭക്ഷണം വരാം, ഒരു കുഴപ്പമില്ല, വിശക്കുന്നുണ്ട്. ഈ ഭക്ഷണം അടുത്ത് ചെന്നപ്പോൾ ജാനകിക്കൊരു വിരക്തിയെ കഴിക്കണോ സംശയമാണ്. കുറച്ച് ഭക്ഷണം അവർ കൊടുത്തപ്പോൾ അതെടുത്ത് കഴിച്ചു. പക്ഷേ ഓക്കാനം വന്നു, ആ ഭക്ഷണം മുഴുവൻ അവൾ ഛർദ്ദിച്ചു. ഇതെന്താ കാരണം? ജൈനമതവിശ്വാസപ്രകാരം രാത്രി ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണ്, പാപമാണെന്ന് വിശ്വസിച്ചേക്കുന്നത്. ആ ജൈനമതം പണ്ട് പഴയ കാലത്ത് രാത്രിയിലുള്ള പ്രാണികളെ ഒക്കെ ഹിംസിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എന്താ നിയമമാണ്. പക്ഷെ അവളുടെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമുണ്ട്. എന്ത്? ആ രാത്രി ഭക്ഷണം കഴിച്ചാൽ അത് വലിയ ദോഷമാകും എന്ന ആ ഉറച്ച വിശ്വാസം ഉപബോധ മനസ്സിലുള്ളതാണ്. ഉപബോധ മനസ്സ് സ്വാധീനിച്ചുകൊണ്ടാണ് ഇവൾ ഛർദ്ദിച്ചതും വിഷമിച്ചതും. ഇത് ഉപബോധ മനസ്സപ്പം എന്ത് ചെയ്യും? നമ്മളറിയാതെ നമ്മളെ ജീവിതത്തെ നിയന്ത്രിക്കും. നമ്മൾ ജയിലിലിട്ട പോലെയാണ് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. ഇനി ഉപബോധ മനസ്സ് എങ്ങനെ ഉണ്ടാകുന്നത്? സമൂഹം നൽകുന്ന ആശയങ്ങൾ, കമ്പ്യൂട്ടറിൽ ആശയങ്ങൾ ഫീഡ് ചെയ്യുന്ന പോലെ ആശയങ്ങൾ, വിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങൾ, നിലപാടുകൾ, മാർഗങ്ങൾ, ചിന്തകൾ, ഇതെല്ലാം നമ്മൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി അതവിടെ ഉറയ്ക്കും. കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾക്ക് 4-5 വയസ്സായ കുട്ടികൾക്ക് പോലും ഉപബോധ മനസ്സില്ല, വികസിച്ചിട്ടില്ല. അപ്പോൾ ഉപബോധ മനസ്സിൽ എന്ത് വരും? ഇപ്പോൾ ഉദാഹരണം, ഒരാൾ പറയണം ഞാൻ ഇന്ന മതവിശ്വാസിയാണ്, സർട്ടിഫിക്കറ്റ് എഴുതി എൻ്റെ മതം എന്നതാണ്. സത്യത്തിൽ ഈ മതവിശ്വാസിയാണ് എന്നുള്ള ആശയം സമൂഹം അയാളിൽ ഉപബോധ മനസ്സിൽ കുത്തി നിറച്ച ഫീഡ് ചെയ്ത ആശയം മാത്രമാണ്. അയാൾ ആരല്ല, മതവിശ്വാസിയാണ്, ഏതോ മതവിഭാഗത്തിൻ്റെ ആളാണെങ്കിലും അതാക്കിയത് സമൂഹമാണ്. മതമെന്ന ഏർപ്പാട് സത്യത്തിൽ എന്താണെന്ന് നമ്മുടെ ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് പൊതുവെ അറിയില്ലെന്നുള്ള സത്യം. കാരണം എങ്ങനെയാണ് ശരിക്കുള്ള മതം, യഥാർത്ഥ മതം, അതാണ് മതവിശ്വാസമോ മതത്തിൻ്റെ പേരിലുള്ള വിഭാഗത്തിലോ പെടാൻ ആർക്കുമാകാം. ശരിയായ മതവും ആധ്യാത്മികതയും നൽകാൻ പറ്റില്ല. കാരണം ഈ മതമെന്ന ഏർപ്പാട് മനുഷ്യനൊരു വിത്ത് പോലെ, അയാളുടെ വികാസം വിഷമായി വികസിച്ച് പൂവിടുന്ന പോലെ വ്യക്തിയുടെ വികാസം വഴി അയാൾ ഉള്ളിലുള്ള
ആ സത്യത്തെ സാക്ഷാത്കരിച്ചാലാണ് അയാൾക്ക് മതമുണ്ടാകുന്നത്. ഒരു വിഷം വിത്ത് വികസിച്ച് ചെടിയാകുന്ന പോലെ. മറിച്ച് ഒരു കാരണവശാലും അത് കൈമാറാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഒരു വൃക്ഷത്തിൻ്റെ വളർച്ച നമ്മൾ വേറൊരു വൃക്ഷത്തിലേക്ക് കൈമാറാൻ പറ്റില്ല. ആ മറ്റൊരു വൃക്ഷത്തിൻ്റെ വിത്തിനെ നമ്മൾ അനുകൂല സാഹചര്യം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. ഒരിക്കലും മതജ്ഞാനത്തെ കൈമാറാൻ പറ്റില്ല. പാരമ്പര്യമായിട്ടിത് വരുമെന്ന് പറയണതോ രക്ഷയില്ല. ഇപ്പം ഞാൻ പറയുന്നത്, ഈ ചരിത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹം ജ്ഞാനമുള്ള ആളാണ്. സാമ്പൻ എന്ന് പറഞ്ഞ മകനുണ്ട്. മകന് യാതൊരു ജ്ഞാനമില്ല, മദ്യപനാണ്, തോന്നിവാസിയാണ്, ആധ്യാത്മികതയില്ല, മതമൊക്കെ സീറോ ആണ്. പാരമ്പര്യമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ശ്രീകൃഷ്ണൻ കണ്ണൻ ആ വിശ്വാസം സാമ്പന് കൊടുക്കണ്ടേ? ബൈബിളിലുള്ള ആദാം ഉണ്ട്, ആദാം ഫാദറാ, അദ്ദേഹം കുറച്ച് അറിവുള്ള ആളാണ്. മക്കളോ രണ്ടുപേരും പരസ്പരം അടിപിടിച്ച് ഒരാൾ മറ്റേ കൊല്ലും. പാരമ്പര്യമായിട്ട് അറിവ് കിട്ടിയോ? ഇല്ല. പാരമ്പര്യമായിട്ട് പകർന്നു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല മതത്തിൻ്റെ ജ്ഞാനം, ആധ്യാത്മികത. ഓരോ മനുഷ്യനും സത്യാന്വേഷണത്തിലൂടെ ഗുരുക്കന്മാരെ കണ്ടെത്തണം. അപ്പോഴേ എന്ത് കിട്ടൂ? മതം കിട്ടൂ, ആധ്യാത്മികത കിട്ടൂ. അപ്പം നാട്ടിൽ നടക്കുന്നതോ കോപ്രായങ്ങൾ, മനസ്സിലായോ? എങ്കിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടാൽ അതിനെ തള്ളിപ്പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. ലോകത്തുള്ള സർവ്വ ആചാര്യന്മാരെയും നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. മനസ്സുള്ള വിഭജനങ്ങൾ ഒഴിവാക്കിയാൽ മതി. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമ്മൾ പറയും എൻ്റെ മതം ഇന്ന മതം. ആരാ പറഞ്ഞത്? ഉപബോധ മനസ്സാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് നീങ്ങും, ഉപബോധ മനസ്സാണ്. ഞാൻ ഈ ആചാരം ചെയ്യും, ഉപബോധ മനസ്സാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യിക്കുന്ന ആരാ? ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്ത, കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത ആശയങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? ജയിലിൽ കിടക്കുന്ന പോലെ നമ്മൾ കിടക്കുന്നത്, ഉപബോധ മനസ്സിൻ്റെ ജയിലിൽ. നമ്മൾ കരുതും നമ്മുടെ ചിന്തയാണെന്ന്. അത് അല്ല. ഇപ്പം ജാതി വ്യവസ്ഥ അല്ലേ? അപ്പോൾ നമ്മൾ ബോധമനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതൊക്കെ ബോധമനസ്സ് വെച്ചുകൊണ്ടാണ്. എങ്കിലും പല ചിന്തകളും അബോധ മനസ്സിന്, ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ്. ഞാൻ ഇന്ന മതക്കാരനാണ്, ഞാൻ ഇന്ന ആചാരങ്ങൾ ചെയ്യണം, ഇന്ന രീതിയിൽ നടക്കണം, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? ഈ ചിന്തയെല്ലാം ആരുടെയാണ്? ഉപബോധ മനസ്സിൻ്റെ. ബോധമനസ്സിൽ അങ്ങനെയില്ല. ബോധമനസ്സിൽ കൂടുതലും സാധാരണ നമ്മളുടെ ഇപ്പോൾ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയ ആൾ പറയുന്നത് നമ്മുടെ ബോധമനസ്സാണ് ചോയ്സ്, തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന്. അതുമല്ല, ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ബോധമനസ്സല്ല. ഉദാഹരണം, കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വച്ചിരിക്കുന്നു. വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്, സസ്യഭക്ഷണമുണ്ട്, മാംസഭക്ഷണമുണ്ട്, അല്ലേ? ഇത് ഏത് തിരഞ്ഞെടുക്കാൻ നിശ്ചയിക്കുന്ന ആരാ? അയാളുടെ വിശ്വാസമായി ബന്ധമുണ്ട്. ഉപബോധ മനസ്സ് വന്നാണ് ഈ തിരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ചോയ്സ്, തിരഞ്ഞെടുപ്പുകൾ നിശ്ചയിക്കുന്ന ആരാണ്? ഉപബോധ മനസ്സാണ്. അതാ നമ്മൾ ബോധമനസ്സിൻ്റെ പ്രവർത്തനത്തിൽ ആ ഒരു വിവേചനമില്ല. ഒരു പാമ്പ് നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സ്തംഭിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾക്കൊരു ബോധം ഉണ്ടാകും, ശ്രദ്ധിക്കണമെന്ന ബോധം, അല്ലേ? അവിടെ എന്തില്ല? ഉപബോധ മനസ്സില്ല. നമ്മൾ ഒരു കാറിൽ വേഗത്തിൽ യാത്ര ചെയ്യുന്നു. കാറിൽ വേഗത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പോവുക, അപകട സാധ്യത വരുന്നു. അപ്പോൾ നമുക്ക് ഉണർവ് വരുന്നു. അത് ബോധമനസ്സ് മാത്രമുള്ള അവിടെ. അതാ. അപ്പോൾ ബോധമനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഉപബോധ മനസ്സിലെ ആശയങ്ങൾ. എന്നിട്ട് അതിൻ്റെ അത് അസത്യമാണെന്ന് മനസ്സിലാക്കലാണ് പരിവർത്തനത്തിനുള്ള കീ, താക്കോൽ. പക്ഷേ എളുപ്പമല്ല.
കാരണം ഈ വിവേകാനന്ദ സ്വാമി ഒരു കഥ പറയുകയെ, കുറേ ആളുകൾ ചൈനീസ് വിപ്ലവകാലത്ത് കുറേ പേര് ജയിലിലായിരുന്നു. ഒരു വിപ്ലവം നടക്കുമ്പോൾ 10-30 കൊല്ലം ജയിലിൽ കിടന്നു. 10-30 കൊല്ലത്തിലധികം ജയിലിൽ കിടന്നു. വിപ്ലവം അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ആളുകൾ ചെന്നിട്ട് ഈ ഇരുട്ടിൽ കിടക്കുന്ന തടവുകാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലേ. ആദ്യത്തെ ആൾ വന്നിട്ട് വെളിച്ചം കണ്ടാൽ പറഞ്ഞു, ഞാനില്ല, എനിക്ക് വെളിച്ചം പറ്റില്ല, ഇതെന്തൊക്കെ പേടിയാകുന്നു. 10-30 കൊല്ലം ഇരുട്ടുമായി ശീലിച്ചു പോയതുകൊണ്ട് വെളിച്ചത്തെ പേടിയാണ്. എനിക്ക് ഇരുട്ടിലേക്ക് തിരിച്ചു പോകണം. എത്ര ബലം പ്രയോഗിച്ചിട്ടും ഇയാൾ കുതിറി ഇരുട്ടിലേക്ക് തിരിച്ചു പോയി. ഇതുപോലെ ഉപബോധ മനസ്സ് ഇരുട്ടാണ് എന്നത് അറിഞ്ഞുകൊണ്ടും അതിലേക്ക് തിരിച്ചു പോകാനാണ് മനുഷ്യർ ശ്രമിക്കുക. വളരെ ശക്തി വേണം ഉപബോധ മനസ്സിനെ വിടാൻ രീതികൾ പതുക്കെ പറഞ്ഞു തരാം. ഉപബോധ മനസ്സിനെ വിട്ടാലേ നമ്മുടെ മനസ്സിലേക്ക് മൊത്തം വെളിച്ചം കയറി വരും. അപ്പോൾ ഇത് പരമ്പരാഗതമായി ഞങ്ങൾക്ക് ആ വിശ്വാസമില്ലേ മാഷ്? പരമ്പരാഗതമായിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഉപബോധ മനസ്സിൽ കറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ച് വരുന്നത്, അതെങ്ങനെ ഉപേക്ഷിക്കാം? ആയിരക്കണക്കിനോ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഇരുട്ടാണ്, ആ മുറി അടച്ചിട്ടേക്കാണ് 100 കണക്കിന് കൊല്ലമായിട്ട് ഇരുട്ട് തന്നെ. അപ്പോൾ ഒരാൾ പറയാണ് ഇരുട്ടിന് പാരമ്പര്യമുണ്ട്, 10-100 കൊല്ലമായി മുറി അടച്ചിട്ടിരിക്കുന്ന ഇരുട്ടാത്. ആ ഇരുട്ടിനെ ഒഴിവാക്കണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പരമ്പരാഗതമായിട്ടുള്ള ഒരു ശക്തിയാത്. പക്ഷേ ഒരു സെക്കൻഡ് ഒരു മെഴുകുതിരി കൊണ്ടുവന്നാൽ ഇരുട്ട് പോയി. മെഴുകുതിരി കൊണ്ടുവരാനുള്ള ധൈര്യം വേണം. അതാ പറഞ്ഞു വരുന്ന കാര്യം. പരമ്പരാഗതമായ വിശ്വാസങ്ങളോ സമൂഹം അടിച്ചേൽപ്പിച്ച ആചാരങ്ങളോ സമൂഹം പറഞ്ഞു തരുന്ന നിലപാടുകളോ സത്യമല്ലാത്തതാണ് ഉപബോധ മനസ്സിൽ നമ്മൾ കൂട്ടിവച്ചിരിക്കുന്നത്. അവനവൻ്റെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ ഏത് മതവിശ്വാസിയാണ്, സത്യത്തെ അന്വേഷിച്ചിട്ടില്ല. അതിന് അന്വേഷണ രീതിയിലൂടെ നമ്മൾക്ക് ആത്മീയതയിലേക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ ചെല്ലുമ്പോൾ ലോകത്തുള്ള എല്ലാ ആത്മീയാചാര്യന്മാരെയും അംഗീകരിക്കുകയും ചെയ്യും. യേശുവിനെ സ്നേഹിക്കും, ബുദ്ധനെ സ്നേഹിക്കും, കൃഷ്ണനെ സ്നേഹിക്കും, മുഹമ്മദ് നബിയെ സ്നേഹിക്കും. ഇത് സാധിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? എന്താ പറ്റാത്തത്? സമൂഹം. ഒരു വേറെ രഹസ്യം, ലോകത്തുള്ള ഒരു സമൂഹവും ഒരു സത്യവും കണ്ടെത്തിയിട്ടില്ല. ഒരു സമൂഹവും ഒരു സത്യവും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ആരാ കണ്ടെത്തിയത്? ഒറ്റപ്പെട്ട സത്യാന്വേഷികളായ ധീരന്മാരായ വ്യക്തികൾ അന്വേഷിച്ചിട്ടാണ് അവർ സത്യസാക്ഷാത്കാരം നടത്തിയത്. ആ മനസ്സുണ്ടെങ്കിലേ നമ്മൾ ദൈവീകത വരൂ, സത്യം വരൂ. അല്ലാതെ ലോകത്ത് എന്തെല്ലാം കോപ്രായങ്ങളാണ്. കുറേ ആളുകൾ പറയാണ് അത് ഞങ്ങളുടെ തീർത്ഥസ്ഥലം, തീർത്ഥാടന സ്ഥലം, വിശുദ്ധ സ്ഥലം. അപ്പം മറ്റു സ്ഥലമൊക്കെ വിശുദ്ധമല്ലേ? ഭൂമിയിലുള്ള ഓരോ ഇഞ്ചും ഓരോ അണുവും വിശുദ്ധം തന്നെയാണ്. കുറേ സ്ഥലം വിശുദ്ധമല്ലെന്നും കുറേ സ്ഥലം അശുദ്ധമാണെന്നും ആര് പറഞ്ഞു? ഏത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞു? ഒന്നുമില്ല. അതായത് ഉപനിഷത്തിൽ എന്ന് വെച്ചാൽ ഈ രാമൻ്റെ കാലത്ത് 10,000 കൊല്ലം മുമ്പാണ്. ആ കാലത്ത് ഉപനിഷത്തുക്കളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഉപനിഷത്തിൻ്റെ പേരാണ് ആത്മപൂജ ഉപനിഷത്ത്. ഉപനിഷത്തുക്കളുടെ പ്രത്യേകത 5000-10,000 കൊല്ലം മുമ്പ് അസാധാരണമായ മനഃശാസ്ത്ര വികാസം കാണിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉപനിഷത്ത്. അതൊരിക്കലും നിശ്ചയിക്കാൻ പറ്റില്ല. അതിൽ പറയുന്ന ഒരു ചെറിയ സെൻറ്റൻസ് പോലും വലിയ അണുബോംബ് പോലെ ശക്തിയുള്ളതാണ്. ആത്മപൂജ ഉപനിഷത്ത് പറയുന്നുണ്ട്, ആത്മപൂജ ഉപനിഷത്ത്. ഇന്ത്യയിൽ അതിനെ വേദാന്തം എന്ന് പറയും. ഉന്മനീഭാവ പാദ്യം എന്ന്, അതായത് മനസ്സിൻ്റെ മേലോട്ടുള്ള ഒഴുക്കാണ് പാദ്യം അഥവാ തീർത്ഥം. തീർത്ഥം എന്ന് പറയും പൂജിക്കുവാനുള്ള തീർത്ഥം. നമ്മൾ വിഗ്രഹത്തിലോ ദേവന്മാരിലോ പൂജ ചെയ്യണ തീർത്ഥമില്ലേ, ജലം,
അതെന്താന്ന് ചോദിച്ചാൽ ഉന്മനീഭാവ, മനസ്സിൻ്റെ മേലോട്ടുള്ള ഒഴുക്കാണ്. ഈ മനസ്സിൻ്റെ മേലോട്ടുള്ള ഒഴുക്കെന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നമായി. കാരണം പഴയ കാലത്ത് ഉപനിഷത്തുക്കളിലും ഗീതയിലും ബൈബിളിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സിംബോളിക് അഥവാ പ്രതീകാത്മക ഭാഷയാണ്. അത് അത്തരം സാഹിത്യത്തെ മനസ്സിലാകുന്ന ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും സിമ്പിളിൻ്റെ അർത്ഥം. അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞു വന്നത് എന്താ? മനസ്സിൻ്റെ മേലോട്ടൊരൊഴുക്കാണ് തീർത്ഥം, പൂജാതീർത്ഥം. മനസ്സിൻ്റെ മേലോട്ടെന്ന് പറയുന്നത് ഉള്ളിലേക്ക് നിന്നാണ്. താഴോട്ടെന്ന് പറഞ്ഞാലോ അത് ബാഹ്യലോകത്തേക്കാണ്. അല്ല, ചില ആൾ പറയേ ലൈംഗികമായ ഊർജം താഴ്ന്ന ഊർജമാണ്. എന്നാൽ താഴ്ന്നതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ബാഹ്യമായിട്ടുള്ള ഊർജം, അത്രയല്ല, ഉള്ളിലേക്ക് പോകുന്ന ഊർജമല്ല എന്നർത്ഥം. അല്ല, ഉയർന്ന ഊർജമോ മുകളോട്ട് പോകുന്ന ഊർജം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പോകല. മറക്കരുത്, മേൽപോട്ടെന്ന് വെച്ചാൽ ഉള്ളിലേക്ക്. യേശു പറഞ്ഞത് ഉള്ളിലാണ് സ്വർഗരാജ്യം എന്നാണ്, അല്ല? അതാണ്. ചില ഗ്രന്ഥങ്ങളിൽ മുകളിലാണെന്ന് പറഞ്ഞാലും അർത്ഥം ഉള്ളിലാണെന്ന് തന്നെ. അത് ആകാശത്തുനിന്നല്ല. ആകാശത്ത് മുകളിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച്, ഭൂമിയിൽ നമ്മൾ നിന്നാൽ മുകളിലേക്ക് നോക്കിയാൽ ചന്ദ്രനിൽ പോയി നിന്നാൽ മുകളിലേക്ക് നോക്കിയാലോ മുകളിൽ ഭൂമി നിൽക്കും. ഏതാ മുകളും താഴെ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒരു തോന്നലാണ്. സത്യത്തിൽ അങ്ങനെ ഇല്ല, മനസ്സിലായോ? ഉള്ളും പുറമുള്ളത് ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക്. അപ്പം മനസ്സിൻ്റെ മേലോട്ടുള്ള ഒഴുക്കാണ് പാദ്യം. മനസ്സിനെ മേലോട്ടൊഴുകാനുള്ള വഴി എന്താ? ഉള്ളിലേക്ക് ഒഴുകാനുള്ള വഴി എന്താ? ഇടയ്ക്കുള്ള മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളെ മുറിച്ച് കളയുക. അപ്പം മനസ്സ് ഉള്ളിലേക്കോ മേലോട്ടോ ഒഴുകും. ഉപബോധ മനസ്സിലെ ആശയങ്ങളിൽ 90% ചങ്ങലകളാണ്, അല്ലേ? അപ്പം ഉപബോധ മനസ്സ് നമ്മളോട് പറയുകയും ഓരോന്ന് പറയും, ഇന്ന ആൾ ഉയർന്ന ജാതി, ഇന്ന ആൾ താഴ്ന്ന ജാതി. ഇതൊക്കെ സമൂഹം ഉണ്ടാക്കിയ വ്യവസ്ഥയല്ലേ? അപ്പോൾ ഉപബോധ മനസ്സോട് പറയണം, സ്റ്റോപ്പ്, നിൽക്കവിടെ, മനുഷ്യരെല്ലാം ഒന്നാണ്. ജാതി തിരിക്കൽ സമൂഹം പണ്ടുണ്ടാക്കിയ ഒരു വ്യവസ്ഥയാണ്, അതെന്ന് കൊണ്ടു നടക്കാൻ പറ്റില്ല. സ്റ്റോപ്പ്. ഉപബോധ മനസ്സിനോട് പറയണം, അവിടെ നിൽക്ക്, നിന്നെ ഞാൻ തിരിക്കില്ല. ഉപബോധ മനസ്സ് വളരെ ശക്തമാണെന്നാണ് ഈ പുസ്തകം. ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജോസഫ് മർഫിയുടെ പുസ്തകം, ഇതാണ് ബുക്ക്, അങ്ങനെ എഴുതിയേക്കുന്നത്. ഉപബോധ മനസ്സ് ശക്തിയുള്ളതല്ല. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിന്നോളും. ഇപ്പം നമ്മൾ ഹിപ്നോട്ടിക് നിദ്ര, കൃത്രിമ നിദ്ര കൊടുക്കാറുണ്ട് ആളുകൾക്ക്. ബോധ മനസ്സിനെ ഉറക്കും, എന്നിട്ട് ഉപബോധ മനസ്സിനോട് പറയും, നീ ഇപ്പോൾ ആരാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ രാജാവ്, പഴയ രാജാവ് അക്ബർ ചക്രവർത്തിയാണ്. എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞാൽ അക്ബർ ചക്രവർത്തിയാണ് ആൾക്ക് തോന്നും. അപ്പം നിൻ്റെ കയ്യിലിരിക്കുന്ന ആ വസ്തു സ്പൂണ് കൊടുത്തിട്ട് പറയും, ആ കയ്യിലിരിക്കുന്ന വസ്തു അത് മനസ്സിലായോ, ആ സ്പൂണ് ചൂടായിക്കൊണ്ടിരിക്കുക എന്ന് പറയും. ആ സ്പൂണ് ചൂടാവുന്നു, അപ്പോൾ ചൂടായിട്ട് ആൾ കളയും. അപ്പോൾ ഉപബോധ മനസ്സിന് സജഷൻ കൊടുക്കുക എന്ന് പറയും. എന്ത് പറഞ്ഞാലും അതനുസരിച്ചുകൊള്ളും. അപ്പോൾ അതിന് പ്രത്യേക ശക്തിയുണ്ടോ? ഇല്ല. ഉപബോധ മനസ്സിൽ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയണത് ആനമണ്ടത്തരോ. അതാണ് ആ പുസ്തകം. ആ പുസ്തകം എൻ്റെ ലോകത്തെ ഏറ്റവും അധികം ഓടിയിട്ടുണ്ട്. കാരണം വിഡ്ഢിത്തങ്ങൾക്കാണ് ലോകത്തെ ചിലവ് കൂടുതൽ. ഒരു രസമായി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറേ അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ എവിടെ നിന്നാണ് ചിന്തകൾ വരുന്നതെന്ന് നോക്കിയിട്ട് ആ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിയന്ത്രിക്കണം. ഇപ്പം യോഗ എന്ന് പറഞ്ഞ ഒരു സയൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. യോഗ, ആധ്യാത്മിക യോഗ കേട്ടോ. അവിടെ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഒഴിവാക്കിയാൽ, സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ അവെയർനെസ്, ബോധമുയരും എന്ന് യോഗ പറയണം. ഇനി സാങ്ക്യം എന്നൊരു ശാസ്ത്രമുണ്ട്. അവർ പറയുന്നത് അവബോധം ഉയർന്നാൽ, ബോധപൂർവം ശ്രദ്ധിച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് പോയിക്കോളും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം നടത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
കാര്യങ്ങൾ ആഴത്തിൽ ബോധപൂർവം മനസ്സിലാക്കുക. കാര്യഗ്രഹണത്തിന് അസാധാരണ അജ്ഞയെപ്പോലുള്ള പവറുണ്ട്. ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ അത് ആഴത്തിൽ മനസ്സിലാക്കിയാൽ അത് സത്യമാണെങ്കിൽ അത് നമ്മളുടെ കൂടെ നിൽക്കുക കാര്യം, ആ കേട്ട കാര്യം. അസത്യമാണെങ്കിലോ നമ്മളെ വിട്ടുപോകും. അതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്തെങ്കിലുമല്ല, ബോധപൂർവം നമ്മൾ നമ്മളുടെ പ്രവൃത്തികളെ ചിന്തിച്ച്, ചിന്ത വരുന്ന എവിടെയാണ് നോക്കണം. എൻ്റെ ചിന്തയാണോ, അത് ഉപബോധ മനസ്സിലെ ചിന്തയാണോ എന്ന് വേർതിരിച്ച് നോക്കിയിട്ട് ഉപബോധ മനസ്സോട് പറഞ്ഞു നിൽക്കൂ, ഞാൻ ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ ചിലപ്പോൾ ചൈനയിലെ കണ്ട് വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ അവിടെ സഞ്ചാരികൾ ചെന്നിട്ട് സ്കൂളിൽ ചെന്നു, കുട്ടികളോട് ചോദിച്ചു ദൈവമുണ്ടോ? ദൈവമോ? അതൊക്കെ ഏതോ ജന്മയിലുണ്ടാക്കുന്ന നുണകളല്ലേ. ഇല്ല, ഇതൊക്കെ നിരീശ്വരന്മാരാ. ഇതെന്താ സാധനം? അവരെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നിരീശ്വരത്വം, ദൈവനിഷേധമൊക്കെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതാണ്. അവർ സത്യാന്വേഷണം നടത്തി. നിരീശ്വരന്മാരെ ദൈവനിഷേധികളായി മാറിയതല്ല. സത്യാന്വേഷണം നടത്തിയ ദൈവനിഷേധികളാകാൻ പറ്റില്ല. ദൈവികമായിട്ടുള്ള ഊർജ്ജമുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുക. അതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അതാണ് വേണ്ടത്. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഒരിക്കലേ ഒരു ഹസ്ബൻഡ് പറയാണ്, ഐ ആം ദ ബോസ് ഓഫ് ദിസ് ഹൗസ്, ഐ ഹാവ് ഗോട്ട് വൈസ് പെർമിഷൻ ടു സേ സോ. മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ യജമാനനാണ്. അങ്ങനെ പറയാൻ എനിക്കെൻ്റെ ഭാര്യയുടെ അനുവാദമുണ്ട്. ഇപ്പം യജമാനാണോ അല്ലേ അത് മനസ്സിലായില്ലേ അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ആധ്യാത്മിക വേഷക്കാരും നേതാക്കന്മാരും മതപുരോഹിതന്മാരും പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ഈ പണ്ട് യേശുവിൻ്റെ കാലത്തോ പഴയ കാലത്തൊക്കെ പുരോഹിതന്മാരെ തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പുരോഹിതനാകുന്ന ആളുകളിലും വായനയിലും ചിന്തയുള്ളവരുണ്ട്. അപ്പോൾ തൊഴിലല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അറിവുള്ള ആളുകളുണ്ട്. അത് പ്രശ്നമല്ല. അപ്പം നമ്മൾ കിടക്കുന്ന ഒരു ജയിലാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന മനസ്സിൻ്റെ ഭാഗം. പിന്നെ നമ്മൾ ഏതെങ്കിലും ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയാൽ, പ്രകൃതി അനുഭവിച്ചിരിക്കുന്ന അടിച്ചമർത്തിയാൽ ഉപബോധ മനസ്സിൽ ആശയം ചെല്ലും. കുറേയും കൂടി ആഴത്തിലേക്ക് ആശയം വന്ന് അവിടെ സെറ്റിലാകും, ഉറച്ചു പോകും. ഉപബോധ മനസ്സിൻ്റെ പിന്നിൽ ആഴം കൂടിയ മനസ്സിനെ അബോധ മനസ്സെന്ന് പറയും. അതാ അബോധ മനസ്സ് വരാനുള്ള 90% കാരണവും അടിച്ചമർത്തലുകളാണ്. ഇനി ഉപബോധ മനസ്സ് ചില്ലറ തരുന്ന ഗുണങ്ങൾ നൽകുന്നുണ്ട്, അവിടെ പറയാം അല്ലേ. ഉദാഹരണം, ഒരു സമൂഹത്തിലെ ആൾക്ക് പൊതുവെ യാതൊരു അറിവുമില്ലെങ്കിൽ, അറിവും ബോധവും ഇല്ലെങ്കിൽ, ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന സന്മാർഗം അവർക്ക് കൊടുക്കേണ്ടി വരും. അതാ അപ്പോൾ അപ്പോൾ അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ മോഷ്ടിക്കാൻ പോകുമ്പോൾ ഉപബോധ മനസ്സ് പറയും അത് പാടില്ല. അപ്പോൾ സന്മാർഗവും സദാചാരവും ചില കാര്യങ്ങളും അറിവില്ലാത്തവർക്ക് നിയമങ്ങളും ഉപബോധ മനസ്സ് വഴിയാണ് സമൂഹം കൊടുക്കുന്നത്. അപ്പോൾ നല്ലതെന്ന് ചോദിച്ചാൽ ശരിക്ക് ബോധം വന്നവർ, അറിവ് വന്നവർക്ക് നിയമമോ സന്മാർഗമോ ഇല്ലാതെ തന്നെ അവരുടെ ജീവിതം ശരിയായിരിക്കും, വെളിച്ചമുള്ളതായിരിക്കും. ഒരാൾ വടി കുത്തിപ്പിടിച്ച് നടക്കുന്നു, തപ്പി അവിടെ കുത്തി ഇവിടെ കുത്തി. എന്താ കാരണം? അയാൾക്ക് കണ്ണ് കാണില്ല. കണ്ണ് കാണാനുള്ള വികാസം വന്നാൽ തീർച്ചയായിട്ടും അയാളെ വടി ഉപേക്ഷിക്കും. അതുപോലെ ചില ആൾ പറയേ മതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ചില നിയമങ്ങളാണെന്ന്. 10 കൽപ്പന കേട്ടിട്ടില്ലേ? നിയമങ്ങളൊക്കെ ആർക്കാ ആവശ്യം? നിയമങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധവികാസമില്ലാത്തവർക്കാണ് നിയമങ്ങൾ ആവശ്യം. ബോധവികാസം വന്നാൽ, അവബോധം വന്നാൽ പിന്നെ അയാൾക്ക് കൽപ്പനയില്ലാതെ തന്നെ അയാൾക്ക് ശരിയായ ജീവിതം നയിക്കാനാകും.
അതാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുവാനുള്ള, മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുവാനുള്ള ചങ്ങലകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ചങ്ങലകളെ ഭേദിച്ചാലേ നമ്മുടെ മനസ്സ് മുകളിലേക്ക് പോകൂ, അഥവാ ഉള്ളിലേക്ക് പോകൂ. അങ്ങനെ ഉള്ളിലേക്ക് പോകാനുള്ള തുടക്കം മാത്രമാണ്. റെഡിമെയ്ഡ് ഉത്തരങ്ങൾ അറിവുള്ളവർ നൽകാറില്ല. ദേ ഇരിക്കുന്നു ദൈവം അവിടെ. ഇപ്പോൾ ഒരു വാക്ക് കൂടി പറഞ്ഞിട്ട് നിർത്താം. ആത്മാവ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. ആത്മാവ് നല്ല മനുഷ്യന് ആത്മാവുണ്ട്. ആത്മാ അവനവൻ, ആത്മാവ് അവനവൻ്റെ ഉള്ളെന്ന് അർത്ഥമുള്ള വാക്കിന്. അവനവൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ വീടിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ഉള്ളു കണ്ടോ, പറയാമെന്ന് മാത്രം അല്ലേ. നമ്മളുടെ വീടിൻ്റെ ഉള്ളു എന്ന് നമ്മൾ പറഞ്ഞു, ഉള്ളു കണ്ടിട്ടില്ല. ഉള്ളു കാണാനോ അതിൻ്റെ മാർഗം വാതിൽ തുറക്കണം, അകത്ത് വെളിച്ചം വേണം. ഇതുപോലെയാണ് ആത്മാവ് എന്ന വാക്കും. ആത്മാവ് എന്ന വാക്കിന് ആത്മാ അവനവൻ, ആത്മീയത അവനവൻ്റെ ഉള്ളിലേക്കുള്ള അന്വേഷണം, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഉപബോധ മനസ്സ് എന്നത് ഒരു ജയിലാണെന്നും അതാണ് നമ്മൾക്ക് വിഭാഗീയ ചിന്തകൾ നൽകുന്നതെന്നും മനസ്സിലാക്കണം. ഓരോ സമൂഹത്തിൻ്റെ വ്യക്തികൾക്കും ഓരോ ഉപബോധ മനസ്സായിരിക്കും. ഇന്ത്യയിൽ ഉപബോധ മനസ്സല്ല, സൗദി അറേബ്യയിലെ ആളുകളുടെ ഉപബോധ മനസ്സ് വ്യത്യസ്തമായിരിക്കും. ഉപബോധ മനസ്സ് എന്നത് ഇരുട്ടാണെന്നും, പൂർണ്ണമായ ഇരുട്ടല്ല, നേരിട്ടുള്ളവിടെ ആണെന്നും, അതിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന നമ്മൾ ചെയ്യുമ്പോൾ കടന്നു വന്നാൽ നിൽക്കവിടെ, ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ അവിടെ തട്ടി മാറ്റി നിർത്താൻ ശീലിക്കണം. അങ്ങനെ നിരന്തരമായിട്ട് ഉപബോധ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രണം സ്വന്തം കയ്യിലെടുക്കണം. അല്ലെങ്കിലോ ഒരു കമ്പ്യൂട്ടർ പോലെ സാധാരണ ഉപബോധ മനസ്സ്, കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന അവസ്ഥ നല്ലതാണ്. അപ്പം നമ്മുടെ ജീവിതം സ്വതന്ത്രമല്ലെങ്കിലോ ദൈവികമായ ജീവിതം നമുക്കില്ല. ഒരു ഉപകരണം മാത്രമാണ് കമ്പ്യൂട്ടർ. ഒരു ഉപകരണമാണ് നമ്മുടെ രണ്ട് കാല്. ഉപകരണങ്ങളാണ്. നമ്മുടെ രണ്ട് കാല് പറയണം ഇന്ന സ്ഥലത്ത് പോകണം, മിസ്റ്റർ സുധാകരൻ അല്ലേ, നമുക്ക് കോട്ടയത്തേക്ക് പോകാമെന്ന് കാല് പറയും, നമ്മൾ ഇറങ്ങി നടക്കുക. അല്ല, കൈ പറയണം ഇന്നത് ചെയ്യണമെന്ന്, അത് ചെയ്യുക. ഇതിന് തുല്യമാണ് ഉപബോധ മനസ്സ് പറഞ്ഞതിനോട് അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഉപകരണമാണത് അല്ലേ. അതിനപ്പുറം നമ്മുടെ ബോധ മനസ്സ് ഇട്ട് പരിശോധിച്ച് മാത്രമേ ജീവിതത്തിൽ എന്തും ചെയ്യാവൂ, എന്തും തിരഞ്ഞെടുക്കാവൂ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ നിത്യേന നമ്മളൊരു ചാലിലൂടെ നീങ്ങുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ മനഃശാസ്ത്രമൊക്കെ കേൾക്കാൻ മടിയാണെന്ന് ആൾ പറയും. പക്ഷേ അവനവൻ്റെ മനസ്സും അവനവനെ അറിയില്ലെങ്കിൽ ലോകത്തുള്ള എന്ത് കിട്ടിയാലും അത് ഫലമില്ല എന്ന് യേശുദേവൻ പറഞ്ഞത് എപ്പോഴും ഓർക്കുക. അതാണ്. സ്നേഹപൂർവ്വം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. നമസ്തേ.